നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച അസുഖം ഏതാണ്? കൃത്യം 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ വന്ന അസുഖമാണ് കോളറ, വസൂരി. നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ആളുകൾ കൂട്ടം കൂട്ടമായി മരിച്ചു. ഇങ്ങനത്തെ വല്ലാത്തൊരു ഭീതിതമായ സാഹചര്യം പോലെ അന്നുണ്ടായപ്പോൾ ഒരാളും മരിച്ച വീട്ടിലും പോവില്ല. അതുപോലെ പിന്നെ മയ്യത്ത് പരിപാലന കർമ്മത്തിനും സംസ്കാര ചടങ്ങുകൾക്കും പോവില്ല. അന്ന് ലീഗ് ഉണ്ടാക്കിയൊരു സംവിധാനം ഉണ്ടായിരുന്നു. ആ സംവിധാനത്തിൻ്റെ പേരാണ് മയ്യത്ത് പരിപാലന സംഘം. കുറേ നടന്ന 3 കണ്ടത്തിൽ അഹമ്മദ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാണ് അതിൻ്റെ ലീഡർ. ഇവരുടെ നേതൃത്വത്തിൽ ഏഴൂരുള്ള 2 സ്ത്രീകളൊക്കെ അതിലുണ്ടായിരുന്നു പറഞ്ഞു. ഇവരിങ്ങനെ നിരന്തരമായി നടന്ന് ഇതിൻ്റെ പരിപാലനം നടത്തി. തലശ്ശേരിയിൽ നിന്ന് ഇവർക്കൊരു ദിവസം കോൾ വന്നു. അപ്പോൾ തലശ്ശേരിക്ക് 10-40 ആൾ ട്രെയിനിന് പോയപ്പോൾ ഒരു പ്രദേശം മുഴുവൻ മയ്യത്തുകളാണ്. വിവിധ മതങ്ങളിൽപ്പെട്ട ജാതികളിൽപ്പെട്ട മനുഷ്യന്മാരുടെ വീട് തുറന്നപ്പോൾ 8 മയ്യത്തുകളൊക്കെ ഉണ്ടായിരുന്നു. ആ മയ്യത്തുകൾ മുഴുവൻ സംസ്കരിച്ച് ഇദ്ദേഹം വീട്ടിൽ വന്ന് ഉറങ്ങി. 3 കണ്ടത്തിൽ അഹമ്മദിന് ഉറക്കിട്ടണില്ല. ഇയാൾ ഭാര്യയോട് പറഞ്ഞു, എടിക്ക് ഉറക്കിട്ടണില്ല, ഇതൊരു ചൂട്ട് കത്തിക്കുന്നത് എന്തിനാണ്? ഞാൻ പറയാം, ഒരു ചൂട്ട് കത്തിക്കുന്നത്. ആ ചൂട്ട് കത്തിച്ച് പരപ്പനങ്ങാടിയിലേക്ക് നടന്നുപോയി. അയാൾ വീട് തിരുവങ്ങാടിയാണ്. പരപ്പനങ്ങാടിയിലെത്തി റെയിൽവേ സ്റ്റേഷനിൽ ചൂട്ട് കെടുത്തിയിട്ട് ട്രെയിനിന് കാത്തുന്നു. ആ ട്രെയിനിൽ കയറിയിട്ട് അദ്ദേഹം പോയി തലശ്ശേരിയിലേക്ക്. തലശ്ശേരിയിൽ പോയിട്ട് KE-മാർ എന്ന് പറയുന്നത് അവിടുത്തെ വലിയ കച്ചവടക്കാരുണ്ട്. അവരുടെ വീട്ടിൽ പോയി വാതിൽ മുട്ടി. അവർ പറഞ്ഞു, എന്താണ് 3 കണ്ടത്തിൽ അഹമ്മദ് ഇപ്പോൾ വന്നത്? ഞാൻ വന്നത് പിന്നെ ഇന്നലെ കുറേ സ്ഥലത്ത് നമ്മൾ സംസ്കാര ചടങ്ങുകൾ നടത്തിയിരുന്നില്ലേ, ആ സംസ്കാര ചടങ്ങുകൾ നടത്തിയപ്പോൾ ഇവിടെ കുറേ കുട്ടികളുണ്ടായിരുന്നു. ഞാൻ ആ കുട്ടികളെ പറ്റി അന്വേഷിക്കാൻ മറന്നുപോയി, അതിന് വന്നതാണ്. എന്നാൽ നേരം വെളുക്കട്ടെ എന്ന് പറഞ്ഞു. സുബഹി നിസ്കരിച്ചു, ഭക്ഷണം പോലും കഴിക്കാതെ അവിടുത്തെ കാര്യസ്ഥനെ കൂട്ടി നടന്നു പോയിട്ട് ആ പ്രദേശങ്ങൾ അന്വേഷിച്ചപ്പോൾ ആ കുട്ടികളെ കോഴിക്കോട്ടേക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിക്കണമെന്ന് പറഞ്ഞു. ഇയാൾ നേരെ കൊയിലാണ്ടി പോയി. ബാഫയ്ക്ക് തങ്ങളടുത്ത് വരുന്നുണ്ട്, കോഴിക്കോടാണ്. തങ്ങളെങ്ങനെ സംഭവം ഉണ്ട്, ആ കുട്ടികളെ വേണം, ഞാൻ ആ കുട്ടികളെ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ കുട്ടികളെ ബാഫയ്ക്ക് തങ്ങളെ കണ്ടിട്ട് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞാൽ ആ കുട്ടികളെ വിട്ടിരുന്നു. ബാഫയ്ക്ക് തങ്ങളും സഹായിച്ചിട്ടാണ് കുട്ടികളെ നോക്കുന്നത്. നേരെ പോയപ്പോൾ അവിടെ വലിയ നമ്പൂതിരി പൂജക്ക് പോയതാണ്. അപ്പോൾ നമ്പൂതിരി വരോളം കാത്തു നിന്നു. പറഞ്ഞു, എവിടെ നിന്നാണ്? തിരുവങ്ങാടിയിൽ നിന്നാണ്. എന്താണ് പ്രശ്നം? ഞാനിങ്ങനെ പിന്നെ കുട്ടികളെ കൊണ്ടുപോകാൻ വന്നതാണ്. ബാഫയ്ക്ക് തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നല്ലതാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അഹമ്മദ്, വറുതിയുടെ കാലമാണ്, നിങ്ങൾ എങ്ങനെയാണ് ഈ കുട്ടികളെ പോറ്റുക? അപ്പോൾ ഇയാളിങ്ങനെ ഈ കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മദിരാശിയിൽ പോയി കൈവണ്ടി വലിച്ചാണെങ്കിൽ ഞാൻ ആ കുട്ടികളെ പോറ്റിക്കോളാം, ഈ കൈ കൊണ്ട് എനിക്ക് വിട്ടു തരണം. അപ്പോൾ അയാൾ നിസ്സംശയം കുട്ടികളെ വിട്ടുകൊടുത്തു. ആ കുട്ടികളുമായി പരപ്പനങ്ങാടി വന്നിറങ്ങി. 10-30 കുട്ടികളുണ്ട്. എന്നിട്ട് ഇങ്ങനെ നടന്നു പോയി തിരുവരങ്ങാടിയിൽ അയാളുടെ വീടുണ്ട്, ഓലമേഞ്ഞ വീടാണ്. ആ വീട്ടിൽ കയറ്റി ഇരുത്തിയിട്ട് ഭാര്യയോട് കഞ്ഞി വെച്ച് കൊടുക്കാൻ പറഞ്ഞു. എല്ലാവരും കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടികളോട് പറഞ്ഞു, മക്കളെ, എല്ലാ മതക്കാരുണ്ട്, നിങ്ങളുടെ അച്ഛനും വാപ്പിയൊക്കെ ഇനി ഞാനാണ്, നിങ്ങളുടെ വീടാണിത് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ആ വീടിൻ്റെ ഇന്നത്തെ പേരെന്താണ്? PSMO കോളേജ് എന്നാണ് ആ വീടിൻ്റെ പേര്. PSMO കോളേജ് ഉണ്ടായത് ഇന്ന് നമ്മൾ കോവിഡ് പോലത്തെ അന്ന് വസൂരി ഉണ്ടായപ്പോൾ പാവപ്പെട്ട എത്തിയും കുട്ടികളെ പാർപ്പിക്കാൻ ഉണ്ടാക്കിയതാണ്. കേരളത്തിൽ